പലർക്കും ഇതുപോലെ പ്രയാസമാണ്. ഈ ചെറിയ റോഡിൽ നിന്ന് ഒരു വാഹനം വീട്ടിലോട്ട് കയറ്റുന്ന സമയത്ത് എവിടെ വരുമ്പോഴാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്, എത്രത്തോളം വരുമ്പോൾ തിരിക്കണം, അതുപോലെ തന്നെ ഏത് ഭാഗത്തായിട്ടാണ് വണ്ടി ആദ്യം കൊണ്ടുവരേണ്ടതെന്നൊക്കെ പലർക്കും അറിയത്തില്ല. നമ്മളിപ്പോൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വീടുള്ളത് കൊണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്വല്പം റൈറ്റ് സൈഡിലോട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വാഹനം ഓടിക്കുക. അല്ല നമ്മൾ ആ വരുന്ന വരവിന് ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്ത് ഓടിക്കുക. നമ്മുടെ ലെഫ്റ്റ് സൈഡ് കയറി വരുന്നതനുസരിച്ച് തട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടില്ല, ഇതേപോലെ റൈറ്റ് സൈഡ് ചേർത്ത് വന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇതേപോലെ ഓടിക്കാം. അപ്പൊ കയറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഓടിച്ചോടിച്ച് കൊടുക്കുക. അല്ലാതെ നമ്മൾ ഇത്ര കണക്ക് കൂട്ടി നമ്മൾ സ്റ്റിയറിംഗ് ഒടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗം അതിന്റെ സൈഡിൽ പോയി തട്ടാൻ ചാൻസ് കൂടുതലാണ്. എത്ര വയസ്സുണ്ട് സാറിന്? ഓക്കെ അല്ലേ? ഓക്കെ. തിരിക്കാൻ പാടുണ്ടോ? വീഡിയോ കയറ്റാൻ പാടുണ്ടോ? വീട്ടിൽ നിറക്കാൻ പാടുണ്ടോ? എല്ലാം ക്ലിയർ ആയില്ലോ? ഞാൻ സാറിനോട് സമയം കറക്റ്റ് പറഞ്ഞു, ഇത്ര മണിക്ക് തീരുന്നല്ലേ, ആ സമയം തീർന്നില്ലേ? ഒരു വാഹനം എല്ലാവർക്കും സ്പേസ് കുറഞ്ഞ സ്ഥലത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് കൃത്യമാണ് നമുക്കൊരു വാഹനം കടകത്തിൽ കിടക്കുന്നത് വാഹനം തിരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു, ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു. എത്രത്തോളം നമ്മുടെ ബായിക്ക് വരാമോ അത്രത്തോളം നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നോക്കി വേണം. ബായിക്ക് കറക്റ്റ് ആക്കി എത്രത്തോളം കൊണ്ടുവരാമോ അത്രത്തോളം കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിർത്തുക. വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് ലോക്ക് ചെയ്യുക. കാരണം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന വണ്ടി നമുക്ക് തിരിച്ചാണ് ഇങ്ങനെ പോകണം. അപ്പം നമ്മൾ മുൻപോട്ട് എടുക്കുന്നവർ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്, അതിന് ഓപ്പോസിറ്റ് കാര്യങ്ങളല്ല, മുമ്പോട്ട് പോകുമ്പോഴും ചെയ്യണം. നമ്മൾ റിവേഴ്സ് എടുത്തപ്പോൾ നമുക്കറിയാം റിവേഴ്സ് കൊടുക്കണം, ലെഫ്റ്റോട്ട് തിരിക്കണം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കണം, ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് ലോക്കും ചെയ്യുക. എത്രത്തോളം കൊണ്ടുവരാമോ അത്രത്തോളം കൊണ്ടുവരിക. അതിനുശേഷം വീണ്ടും തിരിക്കുക, അവിടെ നിർത്തുക. നിർത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് ലോക്ക് ചെയ്യുക, റിവേഴ്സ് ഗിയറും കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ എത്രത്തോളം ബാക്കിലേക്ക് വരാം അത്രത്തോളം ബാക്കിലേക്ക് കൊണ്ടുപോകുക. കൊണ്ടുവന്നതിന് ശേഷം അവിടെ നിർത്തിയതിനു ശേഷം വീണ്ടും നമ്മൾ നിർത്തുക, ഫുള്ള് നമ്മൾ റൈറ്റിലേക്ക് ലോക്ക് ചെയ്യുക. റൈറ്റിലേക്ക് ലോക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അപ്പൊ ഫുള്ള് നമ്മൾ തിരിക്കുമ്പോഴെല്ലാം ലോക്ക് ആക്കിയിട്ട് വേണം എടുക്കാൻ, എന്നാലും നമുക്ക് തിരിയത്തുള്ളൂ. എന്നാൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ നമുക്കൊരു വാഹനം തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്, പക്ഷെ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി, അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണം അതിയായ ആഗ്രഹമാണ്, പേടിയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തതിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ 75-80 വയസ്സുള്ള ഒരു വണ്ടി ഓടിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് വണ്ടി ഓടിച്ചുകൂടാ? നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇടിക്കുന്ന സ്ഥലത്ത് തിരിക്കാനായാലും അതുപോലെ തന്നെ വീട്ടിലോട്ട് കയറ്റാനായാലും ക്ലച്ചിന്റെ കൺട്രോൾ നിർത്തി സ്റ്റിയറിംഗിന്റെ ബാലൻസ് നിർത്തി ഇതുപോലെ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ക്ലിയർ ആയില്ലേ? ഇവരുണ്ട്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? അമ്പാടിമൂല. അമ്പാടിമല കൊട്ടാനിക്കര അല്ലേ? എത്ര വയസ്സുണ്ട് സാറിന്? വയസ്സുണ്ടോ ഇപ്പൊ? ഓക്കെ ആയില്ലേ? ഓക്കെ. തിരിക്കാൻ പാടുണ്ടോ? വീട്ടിലോട്ട് കയറ്റാൻ പാടുണ്ടോ? വീട്ടിൽ നിറക്കാൻ പാടുണ്ടോ? എല്ലാം ക്ലിയർ ആയില്ലോ? ഞാൻ സാറിനോട് സമയം കറക്റ്റ് പറഞ്ഞു, ഇത്ര മണിക്ക് തീരുന്നല്ലേ, ആ സമയം തീർന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം, എന്റെ ജില്ല തന്നെ കിടന്നിട്ടാ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നടക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും.